മണിമാളികയിൽ മൂന്നാം നിലയിൽ വിളങ്ങുന്നന മണികളാലലങ്കൃതമായ മുറിയിൽ കുളിച്ചു ഭസ്മക്കുറിയും ചന്ദനവും പൂജിമയിലെ നവനാശി കുങ്കുമത്താൽ തിലകം തൊട്ടു. പബ്ലിക്കു പരീക്ഷയുടെ റിസൾട്ട് അതിൽ കണ്ട നേരം അംബുജാക്ഷി മണിയവൾ പുതുകമാർന്നു. ആനന്ദാതിസാഗരത്തിൽ മുങ്ങിയും പൊങ്ങിയുമവൾ ആനന്ദത്താൽ തോഴിമാരോടൊക്കെയുമോതി. സപ്രപഞ്ച കട്ടിലിൽ വിശിഷ്ടമായ തൽപ്പത്തിന്മേൽ ഉൽപ്രമോദാലൊരു ധന്യയാളിരിപ്പു. അമ്മ വരുന്നതു കുളിച്ചു ഭസ്മക്കുറിയും ചന്ദനവും പൂജിമയിലെ നളനാക്ഷി കുങ്കുമത്താൽ തിലകം തൊട്ട്. അമ്മ വരുന്നതു കണ്ടു തന്നോർമണി എഴുന്നേറ്റ് അമ്മയെ നമസ്കരിച്ചങ്ങിരുത്തി വേഗം. മതിമുഖി മകളെ കേൾപതിനാറായി വയസ്സിപ്പോൾ അതുകൊണ്ടമ്മ ഗാധിക്കും മൊഴികൾ കേൾക്കാം. ഇവനേക്കാൾ വലുതായ വക്കീലന്മാർ ജഡ്ജിമാർ പ്രൊഫസർമാരെന്നു വേണ്ട ICS പാസായ യോഗ്യന്മാരു ധാരാളം. നിന്നെ വേൾക്കാൻ ആഗ്രഹിച്ചു വന്നവരെയൊക്കെയും നീ ഒന്നു കാണാൻ പോലും ആശിച്ചില്ല പോകട്ടെ. നിന്മച്ചൂനം ശ്രീരാഘവൻ കുഞ്ഞിനായി നിൻ വിവാഹത്തെ അമ്മാവന്മാർ നടത്തുവാൻ ഉദ്യമിക്കുന്നു. അമ്മയതു ഞാനറിഞ്ഞു, തോഴി എന്നോടു പറഞ്ഞു. അമ്മഹനാൻ മച്ചൂനനും യോഗ്യനുമാണ്. എനിക്കിണങ്ങുന്ന ഭർത്താവൊന്നേയൊള്ളി മഹിതലെ ICS കാരനുമല്ലേ BAയുമല്ല. സ്കൂൾ ഫയൻ പാസായുള്ളൂ ഗവർമെൻറ്റിൻ സഹായത്താൽ സ്കൂളിൽ ഞങ്ങളൊരുമിച്ചു പഠിച്ചതാണ്. ജാതിയിൽ പുലയനെന്നു ഗണിക്കുന്നു ലോകരെല്ല. ഏതായാലും സൽഗുണ സമ്പൂർണനാണവൻ. കോമളനാമവനെ ഞാൻ കൈവരിച്ചു പോയി നിങ്ങൾ അറിവും സമ്മതവും കൂടാതെ മാതാവേ. ജീവാവസാനം വരെ അവനോടുകൂടി എൻ്റെ ജീവിതം നശിപ്പാതെന്നോ നിശ്ചയിച്ചമ്മേ. അമ്മയും അമ്മാവന്മാരും അറിയാതികുലദ്രോഹി ചെയ്ത അപരാധം ക്ഷമിച്ചു മാപ്പു നൽകണം. പുത്രി തൻ്റെ വാക്കു കേട്ടിട്ടത്തേലോടെ വീർപ്പൂട്ടി പത്രം പൊഴിഞ്ഞുള്ള വൃക്ഷം പോലെ നിന്നമ്മ. നിൻ പ്രേമ വിവാഹ ബന്ധം ഞാൻ വേർപെടുത്തു നിക്ഷേണത്തിൽ സംഭ്രമത്തോടെ വാമോദി പോയി മാതാവും.